ഹായ് ഹലോ മൈ നെയിം ഈസ് അജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 2026 ജെ മെയിൻസ് എക്സാമിനേഷൻ ഫസ്റ്റ് സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നിങ്ങൾക്കറിയാം മൊത്തം 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ, മൊത്തം 10 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് January 21, 2026 മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന എക്സാം പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ആദ്യമേ തന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നുള്ള ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻസ് PbCl2 plus K2CrO4 giving A plus 2KCl hot solution, then A plus NaOH giving B plus sodium chromate Na2CrO4, then PbSO4 plus 4CH3COO NH4 giving NH4 twice SO4 plus X. ഇത് നമുക്ക് ലെഡിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് പോലെ നമുക്ക് എടുക്കാം. Then in the above reaction A, B and X are respectively എന്നാണ് ചോദ്യം. ഇതിൽ ആദ്യത്തെ റിയാക്ഷൻ തന്നെ അറിയാം. ഇവിടെ KCl 2 എണ്ണം മിച്ചം വരണമെങ്കിൽ ഉറപ്പായിട്ടും AB എന്ന് പറയുന്ന ലെഡ് ക്രോമേറ്റ് ആയിരിക്കും, PbCrO4. അപ്പോൾ തന്നെ ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 3 നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പിന്നെ PbCrO4 എന്ന് പറയുന്ന യെല്ലോ പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ സോഡിയം ക്രോമേറ്റും B എന്ന് പറയുന്ന ഒരു കോംപ്ലക്സും കിട്ടും. ദാറ്റ് ഈസ് ലെഡ് അല്ലെ, പ്ലംബേറ്റ് അയോൺ ആണ്. സോ Na2PbOH 4 ടൈംസ് ആണ്. സോ സോഡിയം ഡൈഹൈഡ്രോക്സിഡോ പ്ലംബേറ്റ് 2 എന്ന് പറയുന്ന കോംപ്ലക്സ് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 2ൽ ആ കോംപ്ലക്സ് ആണ്. ഓപ്ഷൻ 2ലും സെയിം ആണ്. പിന്നെ നമ്മൾ PbSO4ഉം അമോണിയം അസറ്റേറ്റും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അമോണിയം സൾഫേറ്റും അമോണിയം ടെട്രാ അസറ്റേറ്റോ പ്ലംബേറ്റ് അയോണും കിട്ടും. CH3COO 4 ടൈംസ് പ്ലംബേറ്റ് 2 അയോണും കിട്ടും. സോ ഇതിൽ ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന ആൾ, ഇതാണ് നമ്മളുടെ ബി എന്ന് പറയുന്ന ആൾ, ആൻഡ് ദിസ് ഈസ് യുവർ എക്സ്. സോ എക്സിൻ്റെ സ്ട്രക്ചർ കൊടുത്തേക്കുന്ന ഓപ്ഷൻ 2 തെറ്റിപ്പോയി. ഓപ്ഷൻ 3ൽ NH4 twice PbCH3COO 4 ടൈംസ് വരും. NH3 ഇവിടെ ട്വൈസ് ആട്ടോ, പ്ലംബേറ്റ് അല്ലേ, 2 അല്ലേ വരണ്ടേ. NH4 twice PbCH3COO 4 ടൈംസ്. 52. Which of the following represents the correct trend for the mentioned property? ഫ്ലൂറിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഫ്ലൂറിൻ കഴിഞ്ഞ് ഇവിടെ ഓക്സിജൻ്റെ താഴെ സൾഫറിൻ്റെ ഇപ്പുറത്ത് ഫോസ്ഫറസ്, അത് കഴിഞ്ഞ് സിലിക്കൺ, അത് കഴിഞ്ഞ് അലുമിനിയത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബോറോൺ വരും. ഇതാണ് അറേഞ്ച്മെൻറ്റ് അല്ലേ. അയണൈസേഷൻ എൻതാൽപ്പി നമുക്കറിയാം, ഇങ്ങോട്ടേക്ക് വരുമ്പം ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ആണ്, ആൻഡ് ഡൗൺ ദി ഗ്രൂപ്പ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഇതാണ്, താഴേക്ക് കുറയും. അപ്പോൾ ഇതാണ് ഏറ്റവും വലുത് ഫ്ലൂറിൻ, ഗ്രേറ്റർ ദാൻ. പിന്നെ അങ്ങോട്ടേക്ക് കൂടുവാണല്ലോ, അപ്പോൾ സൾഫറിന് ഫോസ്ഫറസിനേക്കാൾ കൂടുതൽ വരണം. ബട്ട് ഫോസ്ഫറസിന് സൾഫറിനേക്കാൾ കൂടുതലാണ് ബിക്കോസ് ഓഫ് ദി ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ P ദെൻ S. പിന്നെ ഇതിങ്ങേ അറ്റത്ത് കിടക്കുന്നുണ്ട്, അയണൈസേഷൻ എന്താൽപ്പി കുറവായിരിക്കും. സോ ഓപ്ഷൻ A എന്ന് പറയുന്നത് കറക്റ്റാണ് അല്ലേ, A എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ ഇലക്ട്രോൺ അഫിനിറ്റി നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഫ്ലൂറിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും ഡ്യൂ ടു ദി സ്മോൾ സൈസ് ഓഫ് 2p ഓർബിറ്റൽ ദി ഇൻകമ്മിങ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ഹൈ റിപ്പൽഷൻ കമ്പയർഡ് ടു 3p orbital which is large in the case of chlorine, and that's why chlorine electron affinity ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. സെയിം ഇൻ ദി കേസ് സൾഫറിന് ഇലക്ട്രോൺ അഫിനിറ്റി ഓക്സിജനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഇവിടെ സൾഫറിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സൾഫറിനേക്കാൾ കുറവാണ്, കാരണം അങ്ങോട്ട് പോകുന്തോറും ഇലക്ട്രോൺ അഫിനിറ്റി കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ സൾഫറിന് ഫോസ്ഫറസിനേക്കാൾ കൂടുതൽ വരും, ആൻഡ് ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. ദെൻ പൊട്ടാഷ്യം, അലുമിനിയം, മഗ്നീഷ്യം, ബോറോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ഓർഡറാണ്. അത് തെറ്റിപ്പോയി അല്ലേ, കാരണം ഇത് പൊട്ടാഷ്യമാണ് എങ്കിൽ മഗ്നീഷ്യം എന്ന് പറയുന്ന ഇവിടെയാണ് അല്ലേ. മഗ്നീഷ്യം 12, 13, 14, അവിടെ 18 കഴിഞ്ഞിട്ടാണ് ഇവിടെ 19 വരുന്നത്. ദെൻ അടുത്തത് അലുമിനിയമാണ്. മഗ്നീഷ്യത്തിൻ്റെ തൊട്ടിപ്പുറയാണ് അലുമിനിയം 13 ആണ്. ദെൻ ബോറോൺ എന്ന് പറയുന്ന അലുമിനിയത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വരും. സോ അങ്ങോട്ടേക്ക് മെറ്റാലിക് ക്യാരക്ടർ അല്ലേ, മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും, ഇങ്ങോട്ടേക്ക് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ എപ്പോഴും താഴെ കിടക്കുന്ന ആൾക്കാർക്കായിരിക്കും മെറ്റാലിക് ക്യാരക്ടർ താഴെ ഇവിടെ. അപ്പോൾ പൊട്ടാഷ്യമാണ്, അതിനുശേഷം താഴെ ഇവിടെ മഗ്നീഷ്യമാണ്, അതിനുശേഷം താഴെ അലുമിനിയം, അതിനുശേഷമാണ് ബോറോൺ. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വന്നു, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റിപ്പോയി. Then K2O, Na2O, MgO, Al2O3 ബേസിക് നേച്ചർ. നമുക്കറിയാം മെറ്റാലിക് നേച്ചർ അനുസരിച്ച് മെറ്റാലിക് ഓക്സൈഡുകളെല്ലാം നല്ല ബേസിക് നേച്ചർ കാണിക്കുന്നവരാണ്. ആൻഡ് ദാറ്റ്സ് വൈ ദി പെർഫെക്റ്റ് മെറ്റൽ എന്ന് പറയുന്നത്
ഇത് നമുക്കറിയാം, ഇത് പൊട്ടാഷ്യം ആണെങ്കിൽ ഇത് സോഡിയമാണ്. ആൻഡ് സോഡിയം ത്തിൻ്റെ അതേ ലൈനിലാണ് മഗ്നീഷ്യം, മഗ്നീഷ്യത്തിൻ്റെ അതേ ലൈനിലാണ് അലുമിനിയം. സോ ഇതേ രീതിയിൽ പറഞ്ഞാൽ മതി. മെറ്റാലിക് നേച്ചർ എന്ന് പറയുന്നത് താഴേക്ക് ഇൻക്രീസ് ചെയ്യും, ആൻഡ് മെറ്റാലിക് നേച്ചർ ഇങ്ങോട്ടെന്ന് പറയുന്നത് മെറ്റാലിക് നേച്ചർ റൈറ്റ് സൈഡിലേക്ക് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല മെറ്റാലിക് നേച്ചർ താഴെ ലെഫ്റ്റാണ്. സോ ദിസ് ഇസ് പൊട്ടാഷ്യം. പിന്നെ ലെഫ്റ്റാണ്. സോ പൊട്ടാഷ്യം, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം. ആൻഡ് Al2O3 ഈസ് ആംഫോട്ടറിക് ഓക്സൈഡുകളാണ് അല്ലേ. അപ്പോൾ ബേസിക് നേച്ചറിൻ്റെ ഓർഡർ ഇവർ കൊടുത്തിരിക്കുന്ന പെർഫെക്റ്റ് ആണ്. സോ ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ആൻഡ് ആൻസേഴ്സ് ആർ A, B ആൻഡ് D only. ഓപ്ഷൻ 1 വരും. 53. ഐഡൻറ്റിഫൈ A in the following reaction. A എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ ഹൈഡ്രോജനേറ്റ് ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം യു ഗോട്ട് ടു സൈക്ലോഹെക്സേൻ റിംഗ് ഫ്യൂസ്ഡ് ടുഗദർ. KMnO4 വെച്ചു, വിച്ച് ഇസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പം നിങ്ങൾക്ക് സൈക്ലോഹെക്സൈൻ്റെ 2 ഡൈകാർബോക്സിലിക് ആസിഡും പിന്നെ ഒരു ഓക്സാലിക് ആസിഡും കൂടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ A ഏതാണെന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ Aയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പുറകോട്ട് വരുന്നേക്കാൾ നല്ലത് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുന്ന. അപ്പോൾ ഇത് നമ്മൾക്കറിയാം, എന്താ പറയുക, ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓക്കെയാണ്. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഒന്നാമത്തെ റിയാക്ഷനും ഇത് രണ്ടാമത്തെ റിയാക്ഷനുമാണ്. അപ്പോൾ ഇയാളുടെ കേസിൽ ഒന്നാമത്തെ റിയാക്ഷൻ ഓക്കെയാണ്, ഇത് ഹൈഡ്രജൻ വന്ന് പൊട്ടിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുപോകും. രണ്ടാമത്തെ റിയാക്ഷൻ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി ഇത് നമ്മൾ ഓസോണോളൈസ് ചെയ്യും. സോ ഓസോണോളൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ 2 ഡബിൾ ബോണ്ടാണ്. അപ്പം ഞാൻ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുക. ഈ 2 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്സിജൻ കൊടുക്കുന്നു. അപ്പം നടുവിൽ ഒരു കണക്ഷനുള്ള ഇങ്ങനത്തെ 2 കോമ്പൗണ്ട് ഉറപ്പായിട്ടും 2 മാച്ച് ആവില്ല. കാരണം 2ൽ 2 പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ ബ്രേക്ക് ആവുന്നില്ല. സോ ഓപ്ഷൻ 1 മാച്ച് ആയില്ല. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് മാച്ച് ആവും, കാരണം ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഓക്കെ ആവും. ഇനി ഓപ്ഷൻ 2 മാച്ച് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ തന്നെ മുറിച്ച് നോക്കാം അല്ലേ. ഇവിടെ നമ്മൾ ഓക്സിജൻ വെച്ച് കട്ട് ചെയ്തു, ഇവിടെ ഓക്സിജൻ വെച്ച് കട്ട് ചെയ്തു. അപ്പോഴും ഈ ഒരു കണക്ഷൻ വിട്ടുപോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഡബിൾ പ്രൊഡക്റ്റ് കിട്ടില്ല, സിംഗിൾ. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് യുവർ ആൻസർ. അടുത്ത സ്ട്രക്ചറിൽ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ് ഇതിനും. സെക്കൻഡ് ഓപ്ഷൻ ചെയ്യുമ്പം ഇവിടെയും പൊട്ടിക്കണം ആൻഡ് ഇവിടെയും പൊട്ടിക്കണം. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഇവിടെ എന്താ പറയുക, ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പം ഇവിടെ നിങ്ങൾക്ക് C ഡബിൾ ബോണ്ടോ ഇവിടെ 2 പ്രൊഡക്റ്റ് കിട്ടി അല്ലേ. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് C ഡബിൾ ബോണ്ട് OH ഇവിടെ C ഡബിൾ ബോണ്ട് OHുമാണ്. പിന്നെ അപ്പുറത്ത് കിട്ടുന്ന CHO ഗ്ലയോക്സാല. പക്ഷേ നിങ്ങൾക്കറിയാം KMnO4 ഭയങ്കര നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഈ ആൽഡിഹൈഡ് അപ്പം തന്നെ ഓക്സിഡൈസ് ചെയ്ത് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡിലേക്ക് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് COH കിട്ടും, ഇവിടെയും നമുക്ക് COH കിട്ടും, പ്ലസ് COOH ആൻഡ് COOH ഓക്സാലിക് ആസിഡും കിട്ടും. സോ ഡെഫിനറ്റ്ലി ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. സോ 3 നമ്മളുടെ ഓപ്ഷൻസുമായിട്ട് പക്ക മാച്ചിങ് ആണ്. 4 നമുക്ക് നോക്കാം. 4 1 കറക്റ്റാണ്, 2 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 4th ഓപ്ഷനിൽ നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം ഓക്സിജൻ, ഇവിടെയും കട്ട് ചെയ്യാം ഓക്സിജൻ. അപ്പോഴും ഈ മോളിക്യൂൾ 2ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നില്ല. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 54. A hydrocarbon P, that is C4H8 on reaction with HCl gives an optically active compound Q, C4H9Cl, which on reaction with 1 mole of ammonia gives compound R, C4H11N. R on diazotization followed by hydrolysis gives S. Identify P, Q, R and S എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഹൈഡ്രോകാർബൺ C4H8 എന്ന് പറഞ്ഞിട്ടുണ്ട്. C4H8 എന്ന് പറയുമ്പോൾ CnH2n. അപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ആൽക്കീനാണ് അല്ലേ. C4H8 എന്ന് പറയുന്നതാണ് നമ്മളുടെ P. അപ്പോൾ ഈ ഫോമുല അനുസരിച്ച് ഇയാളൊരു ആൽക്കീനാണ്. അപ്പം ഞാനൊരു ആൽക്കീൻ എഴുതുവാണ്. ഇങ്ങനെ 2 ആൽക്കീൻ എഴുതാം, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് മുറിച്ച് ഇങ്ങനെ എഴുതാം. അങ്ങനെ പല ടൈപ്പ് ആൽക്കീൻ നമുക്ക് ഈ ഒരു ഫോമുലയിൽ എഴുതാൻ പറ്റും. ഇനി അവർ പറഞ്ഞേക്കുന്നത് HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് കിട്ടും. അപ്പം ഞാൻ ഇത് HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഇത് അൺസിമെട്രിക് ആണ് അല്ലേ. അൺസിമെട്രിക് ആയതുകൊണ്ട് മാർക്കോണിക്കോസ് അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. സോ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ വരും. സോ CCCCl ആൻഡ് ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് അല്ലേ. ഈ കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി മാച്ചായി. ഇനി ഇത് നിങ്ങൾ
മീൻസ് ചെയ്ത് നോക്കുമ്പം മാർക്കോണിക്കോസ് റൂൾ കൊടുക്കേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി. സോ CC ആൻഡ് ദിസ് ഇസ് CL. ഓക്കെ, അപ്പോൾ ഇതും മാച്ച് ആവുന്നുണ്ട്. ഇനി ഇത് നിങ്ങൾ HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സിമെട്രിക്കൽ അല്ല, ഇത് അൺസിമെട്രിക്കൽ ആണ്. സോ മാർക്കോണിക്കോസ് റൂൾ ഒബേ ചെയ്യണം. സോ ഇവിടെ നമ്മൾ മാർക്കോണിക്കോസ് അഡീഷൻ വേണം. ഇവിടെ നമ്മൾ മാർക്കോണിക്കോസ് അഡീഷൻ നോക്കുവാണ്. അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന CL C ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയതുകൊണ്ട് ഈ ഓപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞു. പിന്നെ ഉള്ളത് ഈ 2 ഓപ്ഷനാണ്. Then which one reaction with 1 mole of ammonia gives compound R? അമോണിയ 1 മോൾ എടുത്തു, 2 സെയിം ആണ്. അപ്പോൾ ഞാനിതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. ഇതിനെ നമ്മൾ 1 മോൾ ഓഫ് അമോണിയ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം നമുക്ക് CCCCLന് പകരം അവിടെ NH2 വരും, അമിനോ ഗ്രൂപ്പ് വരും. ആൻഡ് ദിസ് ഇസ് C. ഇനി അവർ പറയുന്നത് R on diazotization followed by the hydrolysis gives, അല്ലേ? ഡയസോട്ടൈസേഷൻ എന്ന് വെച്ചാൽ HNO2 വയ്ക്കുക ആൻഡ് ഫോളോഡ് ബൈ ദി ഹൈഡ്രോളിസിസ് H3O+, ഈ NH2 മാറി അവിടെ എന്താ പറയുക OH വരും. ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും, OH വരും. അപ്പം നമുക്ക് സംശയം വരും, ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യണം, മാർക്കോണിക്കോസ് അഡീഷൻ നടത്തി, സിമെട്രിക്കലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഏത് ഹൈഡ്രോ കാർബൺ ആണെന്ന് നോക്കാം. നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് നോക്കാം, CH3 CH. ഓക്കെ, അത് കുഴപ്പമില്ല, അത് കറക്റ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ CH3 CH2 CL തെറ്റിപ്പോയത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. നമുക്ക് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് കിട്ടിയത്. അപ്പോൾ ഓപ്ഷൻ 1 എന്ന് പറയുന്ന റോങ് ആണ്, നോക്കണ്ട. ശരി, ഇനി ഓപ്ഷൻ 2 സൈക്ലിക് ആണ്, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യാതെ അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ 3 P എന്ന് പറയുന്ന CH3 CH ഡബിൾ ബോണ്ട് CH3 കറക്റ്റാണ്. ദെൻ Q എന്ന് പറയുന്ന കറക്റ്റാണ്. ആൻഡ് R എന്ന് പറയുന്ന CH3 CH2 ഇവിടെ സിംഗിൾ ബോണ്ടാണ്. ഇതവർ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആട്ടോ, അവിടെ എന്തായാലും ഇങ്ങനെ വരില്ല, ഇത് സിംഗിൾ ബോണ്ടായിട്ട് കൊടുക്കണം കേട്ടോ, സിംഗിൾ ബോണ്ടാണ്. CH NH2 CH3 അതും കറക്റ്റാണ്. സോ ഓപ്ഷൻ 3 എന്ന് പറയുന്ന മാച്ചിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ നമുക്ക് ഓപ്ഷൻ 3 എന്ന് കിട്ടി. ഇനി ഓപ്ഷൻ 4 നോക്കാം. ആദ്യത്തെ കറക്റ്റാണ്, രണ്ടാമത്തെ തെറ്റിപ്പോയി, കാരണം ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, അവർ പറഞ്ഞ ആക്റ്റീവ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ നോക്കണ്ട, കാരണം ആദ്യത്തെ ഇങ്ങനെ വരാം. കാരണം നമ്മളിവിടെ ആൽക്കിൻ എഴുതിയല്ലോ, ആൽക്കീനും സൈക്ലോ ആൽക്കീനും നമുക്ക് ഐസോമറായിട്ട് എഴുതി വേണമെങ്കിൽ ആ സ്ട്രക്ചർ അങ്ങനെ ഫോമുല നോക്കി എഴുതാം. കണ്ടോ, ഇതിനകത്ത് ഇപ്പം 3 കാർബൺ ആറ്റം 4, ഇവിടെ 2 2 4 1 5 3 8 ആ ഫോമുല മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, അതുകൊണ്ട് അത് ആൻസറായിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ 2ഉം തെറ്റാണ്, ഓപ്ഷൻ 4ഉം തെറ്റാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3 വരും. Given below are 2 statements. Statement 1. The number of pairs among SiO2, CO2, SNO, SNO2, PbO, PbO2 and GeO, GeO2 which contain oxides that are both amphoteric is 2. Wrong. കാരണം ഇത് കാണുമ്പോഴേ അറിയാം, ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഓക്സൈഡുകൾ മൊത്തം ആംഫോട്ടറിക്കാണ്. ഇതൊക്കെ SiO2 അസിഡിക്കാണ്, CO2 അസിഡിക്കാണ്. GeO ആൻഡ് GeO2 ആർ ഡിസ്റ്റിങ്ക്ട്ലി അസിഡിക്കാണ്. സോ ഇതിൽ ആംഫോട്ടറിക് പെയറുള്ളത് 2 പെയറേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റാണ്, 2 പെയറുള്ളത് കറക്റ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. ഒന്നുകൂടെ പറയാം, ഞാൻ ആദ്യം തെറ്റെന്ന് പറഞ്ഞു. Okay, question number 55. Given below are 2 statements. The number of pairs among SiO2, CO2, SNO, SNO2, PbO, PbO2 and GeO, GeO2 which contain oxides that are both amphoteric is 2. Correct ആണ്. കാരണം ഈ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഓക്സൈഡുകൾ എപ്പോഴും ആംഫോട്ടറിക്കാണ്, എല്ലാ ഓക്സൈഡുകളും. ആ രണ്ടെണ്ണം ഉള്ളൂ, ബാക്കി തെറ്റാം. Si സിലിക്ക ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിക്ക്. GeO ജെർമേനിയം ഓക്സൈഡുകൾ ഡിസ്റ്റിങ്ക്ട്ലി അസിഡിക്കാണെന്ന് P ബ്ലോക്കിൽ പറയുന്നുണ്ട്. സോ ഇത് രണ്ടും ആംഫോട്ടറിക്കാണ്, ബാക്കി രണ്ടും അസിഡിക്കാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്. BF3 is an electron deficient molecule. Correct. Can act as Lewis acid? Yes, because it is electron deficient. They will accept electron pair from others. Forms adduct with ammonia. Yeah, because ammonia contain a lone pair of electrons and has a trigonal planar geometry. Yes, of course, because it is sp2 hybridization ആണ്, trigonal planar geometry ആണ്. So both statement 1 and 2 are true. Option 1. 56. 80 ml of a hydrocarbon on mixing with the 264 ml of oxygen in a closed U tube containing undergoes complete combustion. The residual gases after cooling, you should notice this point, after cooling to 273 Kelvin occupy 224 ml. When the system is treated with the KOH solution, the volume decreases to 64 ml. The formula of the hydrocarbon. നിങ്ങൾക്ക് അറിയാം, ഹൈഡ്രോകാർബണിൻ്റെ കമ്പസ്റ്റൻ ഫോർമുല CSHY plus X plus Y by 4
O2 giving XCO2 plus Y/2 H2O എന്നാണ്. ശരി, ഇനി ഇതിൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ 1 ml ഹൈഡ്രോ കാർബണിന് X+Y/4 ml ഓക്സിജൻ ഉണ്ടെങ്കിൽ XmlCO2 ഫോം ചെയ്യും. അതെന്താ സാറേ ഇത് മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൺ കൂളിംഗ് H2O ഗ്യാസ് ആദ്യമുണ്ടായത് ഇസ് കൺവേർട്ടഡ് ടു H2O ലിക്വിഡാണ്. അതുകൊണ്ട് ഗ്യാസുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ആ ഓൺ കൂളിംഗ് എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ പറഞ്ഞ് 80 ml ഹൈഡ്രോ കാർബൺ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 80 × X+Y/4 ml ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് 80 Xml കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇനി ശ്രദ്ധിച്ചോണേ, 80 ml ഹൈഡ്രോ കാർബണിലേക്ക് നിങ്ങൾ 264 ml ഓക്സിജനാണ് കൊടുത്തത്. സോ വോളിയം ഓഫ് ഓക്സിജൻ ഇനീഷ്യൽ എന്ന് പറയുന്നത് 264 ml ആണ് കൊടുത്തത്. പിന്നെ റെസിജ്വൽ ഗ്യാസസ് എന്ന് വെച്ചാൽ ആരൊക്കെ വരും? കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ഓക്സിജൻ മിച്ചമുള്ളതും. ഇത് രണ്ടും കൂടെ കൂടിയാൽ മൊത്തം 224 ml ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്തു? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ കൂടെ കയറ്റിവിട്ടപ്പം നിങ്ങൾക്ക് 64 ml ഗ്യാസേ പുറത്തേക്ക് വന്നുള്ളൂ. അതിൻ്റെ മീനിങ് 224 നിന്ന് 64 കുറച്ചാൽ 224 - 64 0 160 ml എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിപ്പോയി. അങ്ങനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ കൂടെ കടന്നു പോകുമ്പം ഏതോ ഒരു ഗ്യാസ് അതിൽ അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ബിക്കോസ് KOH എന്ന് പറയുന്നത് ഈസ് എ ഗുഡ് അബ്സോർബർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി 160 ml ഇസ് ദി വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 80x എന്ന് പറയുന്ന 160 ആണെന്ന് നമുക്ക് മനസ്സിലായി. X = 2 എന്നും കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ 64 ഗ്രാം, അപ്പോൾ ഈ 64 ml ആരാ? ഇതാ പുറത്തേക്ക് വന്ന ഓക്സിജൻ അല്ലേ, ലെഫ്റ്റ് ഔട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി 264 ml ഓക്സിജൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഓക്സിജൻ യൂസ്ഡ് എന്ന് പറയുന്നത് 264 കൊടുത്തു, അതിൽ 64 പുറത്തേക്ക് പോയി, 200 ml നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ 200 ml എന്ന് പറയുന്നതാണ് ഇത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 80 × Xൻ്റെ വാല്യൂ 2 + Y/4 = 200 ആണ്. നമ്മളിത് സോൾവ് ചെയ്യുമ്പം അല്ലേ 2 + Y/4 = 200/80 വരും. സോ 0 ക്യാൻസൽ ആയിപ്പോയി. 4 വെച്ച് കട്ട് ചെയ്താൽ 2 വരും. 4 5 5/2 വരും. സോ Y/4 = 2.5 - 2, that is 0.5. സോ Y = 4 × 0.5 again 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് X = 2ഉം Y = 2ഉം കിട്ടി. Therefore the molecular formula of the hydrocarbon is C2H2 എന്ന് കിട്ടും. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. സോ ഇത് നമ്മൾ യൂഡിയോമെട്രിക് അനാലിസിസ് എന്നൊക്കെ വിളിക്കും. ലൈക്ക് ഗ്യാസ് അനാലിസിസ് ആണ്, യൂഡിയോമെട്രി ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരിക്കും. 57. 14 gram of calcium metal is allowed to react with excess HCl at 1 atm pressure and 273 Kelvin. Which of the following statement is incorrect എന്നാണ് ചോദ്യം. ഓക്കെ, 14 gram കാൽഷ്യം മെറ്റൽ ഈസ് അലൗഡ് ടു റിയാക്ട്. സോ കാൽഷ്യം HCl റിയാക്ട് ചെയ്യുമ്പം നമുക്കറിയാം കാൽഷ്യം ക്ലോറൈഡ് 2 ഇട്ടു ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഇതിൻ്റെ മീനിങ് 1 മോൾ കാൽഷ്യത്തിൽ നിന്നും 1 മോൾ കാൽഷ്യം ക്ലോറൈഡും 1 മോൾ ഹൈഡ്രജനും ഫോം ചെയ്യാം. മറ്റേ HCl എക്സസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, HCl എക്സസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറപ്പിക്കാം കാൽഷ്യം ലിമിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദാറ്റ്സ് വൈ ദിസ് ഇസ് നോട്ട് ആൻസർ, ബിക്കോസ് എക്സസ് HCl എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഓപ്ഷൻ കറക്റ്റാണ്. ഇനി നമുക്ക് നോക്കാവേ, 1 മോളിൽ നിന്ന് 1 മോൾ കാൽഷ്യം ക്ലോറൈഡും 1 മോൾ ഹൈഡ്രജനും. അങ്ങനെയാണെങ്കിൽ 1 മോൾ എന്ന് വെച്ചാൽ 40 ഗ്രാം. സോ 40 ഗ്രാമിൽ നിന്ന് 1 മോൾ കാൽഷ്യം ക്ലോറൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിൽ നിന്ന് 1/40 മോളായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 14 ഗ്രാമാണ്. 14 ഗ്രാമിൽ നിന്ന് 14/40 കിട്ടുക. 2 വെച്ച് കട്ട് ചെയ്യുമ്പം 7/20. ദിസ് ഇസ് 0.35 മോൾ എന്ന് കിട്ടും. 0.35 മോൾ കാൽഷ്യം ക്ലോറൈഡ്.
അവർ ചോദിച്ചേക്കുന്നത് കാൽഷ്യം ക്ലോറൈഡിൻ്റെ വെയിറ്റാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളാർ മാസ് ആണ്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻ ടു മോളാർ മാസ് വിച്ച് ഇസ് ഈക്വൽ ടു 0.35 ഇൻറ്റു മോളാർ മാസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ്. ക്ലോറിൻ്റെ 71ഉം കാൽഷ്യം 40 ആണ്. സോ 111 വരും. സോ 111ഉം 35ഉം കൂടെ ദിസ് ഇസ് 555 സോ ദിസ് ഇസ് 5883 2 ഡെസിമൽ 38.85 ഗ്രാം എന്ന് കിട്ടി. ഇത് തെറ്റിപ്പോയി ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബാക്കി രണ്ടും കറക്റ്റാണ് കിട്ടി എങ്കിൽ നമുക്ക് ചെയ്ത് നോക്കിയേക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് 0.35 മോൾ ഓഫ് H2 ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. കറക്റ്റാണ്. 40 ഗ്രാമിൽ നിന്ന് 1 മോളാണ്. ഇതേപോലെ തന്നെ സിമിലർലി 1/40 മോള് കറക്റ്റാണ് ആൻഡ് 0.35 മോള് കറക്റ്റാണ്. സോ ഓപ്ഷൻ 1 കറക്റ്റ്. സോ ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. ദെൻ 7.84 ലിറ്റർ H2 ഇസ് ഇവോൾഡ്. നോക്കാം. 0.35 മോളാണല്ലോ. അപ്പം വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി 1 മോളിനാണ് നിങ്ങൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും 180 m പ്രഷർ. ഇതെന്ന് പറഞ്ഞാൽ NTP ആണ്. NTPയിലെ വോളിയമാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അപ്പം NTPയിലെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം, that is number of moles 0.35 is equal to volume by 22.4 at NTP. So volume equal to 22.4 into 0.35 ലിറ്റർ എന്ന് വരും. സോ നമ്മൾ ചെയ്യുമ്പോൾ 224ഉം 35ഉം കൂടെ 0 റിമൈൻഡർ 2 12 റിമൈൻഡർ 1 11 2 റിമൈൻഡർ 1 7 ആൻഡ് ദിസ് ഇസ് 6 0 4 8 7. സോ 7840 ആണ്. 3 ഡെസിമൽ പ്ലേസ് 7.84 ലിറ്റർ കിട്ടും. സോ ഇതും കറക്റ്റാണ് ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. സോ ദിസ് ഇസ് ഫ്രം ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ. 58. In Carrier's method, 0.75 gram of an organic compound gave 1.2 gram of barium sulfate. Find the percentage of sulfur. Molar mass 32. Molar mass of barium sulfate is 233. അവരെല്ലാം തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു വെയിറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ 233 ഇൻറ്റു വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ ഇൻറ്റു 100 ആണ്. സോ 32 ഇൻറ്റു വെയിറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് 1.2 gram ഡിവൈഡഡ് ബൈ 233 ഇൻറ്റു വെയിറ്റ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് 0.75 ഇൻറ്റു 100 വരും. ശരി, ഇനി നമ്മൾ ഇത് ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ 32 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 233 ഇൻറ്റു 75 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 10⁻⁻1ഉം 10⁻⁻2 അത് രണ്ടും കൂടെ 10⁻⁻1 വരും. അത് മേളിൽ ചെല്ലുമ്പോൾ 10, അപ്പോൾ ഇൻറ്റു നമുക്ക് 1000 എഴുതാം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്കിത് കട്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ മൾട്ടിപ്ലൈ തന്നെ വിടാം. 32 ഇൻറ്റു 12 പറ്റില്ല അല്ലേ? ഇത് വേണമെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 4 വരും. ഇവിടെ 3 വെച്ച് കട്ട് ചെയ്താൽ 3 2 5 25 വരും. പിന്നെ 25ഉം 100ഉം കൂടെ 40 ആക്കാം മൊത്തം വെട്ടിക്കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ 32 ഇൻറ്റു 16 ചെയ്താൽ 2 റിമൈൻഡർ 1 19 2 3 വരും. സോ ദിസ് ഇസ് 2 1 5 5120 വരും. 5120 ഡിവൈഡഡ് ബൈ 233. അപ്പം 460 2 ടൈംസ് വരും അല്ലേ? 466 വരും. 12 6 വരും. 10 4 6 4 വരും. പിന്നെ 46 വരും. 0 അപ്പോൾ 20 ഒരു 1 ടൈമേ വരുള്ളൂ. കറക്റ്റ് 1 ടൈം. അപ്പോൾ ആൻസർ കിട്ടി ഓപ്ഷൻ 3 21.97% എന്ന് കിട്ടും. സോ ദിസ് ഇസ് Carrier's method. Question number 59. Elements P and Q form 2 types of non-volatile, non-ionizable compounds. So Van Hoff factor is 1. Non-ionizable ആണല്ലോ, രണ്ടുപേരുടെയും Van Hoff factor 1 ആണ്. When 1 gram of PQ is dissolved in 50 gram of solvent A, delta TB was 1.176 Kelvin. While അപ്പോൾ ആദ്യം നമുക്ക് PQൻ്റെ ചെയ്തേക്കാവേ. PQ അപ്പോൾ നോക്കിക്കോ, ഡെൽറ്റ TB is equal to ഐയുടെ ആവശ്യമില്ല, KB ഇൻറ്റു M എന്ന് വെച്ചാൽ W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു W1.
കെ ബി വാല്യൂ 0.5 കെ ബി വാല്യൂ വാട്ടർ അല്ലല്ലോ അല്ലേ, കെ ബി വാല്യൂ ഓഫ് സോൾവെൻ്റ് എ എന്ന് പറയുന്ന സോൾവെൻറ്റിലാണ് നിങ്ങളിട്ട് എയുടെ കെ ബി വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇൻറ്റു W2 1 ഗ്രാമാണ് നിങ്ങളിട്ടത്. ഇൻറ്റു 1000 എടുക്കാൻ കാരണം ഇവിടെ W1 എന്ന് പറഞ്ഞാൽ 50 ഗ്രാമിലാണ് തന്നേക്കുന്നത്. മോളാർ മാസ് ഓഫ് പി ക്യു നമുക്കറിയത്തില്ല. സോ എം മോളാർ മാസ് ഓഫ് പി ക്യു എം പി ക്യു എന്ന് എഴുതിയേക്കാം. സോ ഇവിടെ 1.176 എന്നുണ്ട്. സോ മോളാർ മാസ് ഓഫ് പി ക്യു വിച്ച് ഈസ് ഈക്വൽ ടു 5000 ഡിവൈഡഡ് ബൈ 1.176 ഇൻറ്റു 50 എന്ന് വരും. സോ 50 1 ടൈംസ്, സോ ദിസ് ഇസ് 100 വരും. സോ നമുക്കിവിടെ 100 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1176 എന്ന് എഴുതാം. സോ നമുക്കൊരു 10,000 ഇൻറ്റു ഒരു 10 ഡിവൈഡഡ് ബൈ 1176 എന്ന് എഴുതാം. 2h കട്ട് ചെയ്താൽ 5 8 8 588 വരും. ഇത് 2h കട്ട് ചെയ്താൽ 5 5000 വരും അല്ലേ. ഇനി നമുക്ക് 2h കട്ട് ചെയ്താൽ ഇവിടെ 2 18 9 വരും. 294 വരും. ഇത് 2500 വരും. ഓക്കെ, അപ്പോൾ 2500 ഡിവൈഡഡ് ബൈ 294 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക 300 ആണല്ലോ. 300 ഏകദേശം 300 ആണ്. സോ 300 വന്നു കഴിഞ്ഞാൽ 3 6 18 3 8 24 ഒരു 8 വല്ലം പറ്റുമോ നോക്കാം. 8ൻ്റെ ഓപ്ഷൻ ഇവിടെ ഇല്ല, അപ്പോൾ 7 ആയിരിക്കും പറ്റുന്നുണ്ടാവുക. 7 4 28 2 63 2 65 6 14 6 20 വരും. സോ ദിസ് ഇസ് അല്ല 8 വരും. അപ്പം അല്ല 7 അല്ല. ഇത് നമ്മുടെ അറ്റോമിക് മാസ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് 8 കൊടുക്കാം. 2 റിമൈൻഡർ 3 72 3 75 7 16 7 23 വരും. സോ 8 വന്നു 4 1 148 വരും. സോ 80 ഒരു 5 വരുമായിരിക്കും അല്ലേ. 8.5 20 2 45 2 47 14 1400 ഏകദേശം 85. 8.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 85 ഗ്രാംസ് പെർ മോൾ എന്ന് നമുക്ക് മോളാർ മാസ് ഓഫ് പി കിട്ടി. ശരി, ഇനി ഇതിനെ നോക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. അറ്റോമിക് മാസ് ഓഫ് എ പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ക്യൂ ഈക്വൽ ടു 85 ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇതേപോലെ അവർ പറഞ്ഞേക്കുന്നത് PQ2 അല്ലേ. PQ2 എന്ന് പറയുന്ന ആളെ വെച്ച് നമ്മൾ ചെയ്യുമ്പം ഡെൽറ്റ ടി ബി 0.689 ആണ് ഈക്വൽ ടു കെ ബി ഇൻറ്റു 1 ഗ്രാം തന്നെയായിട്ടത് 1000 വേണം, കാരണം മാസ് ഓഫ് സോൾവെൻ്റ് ഗ്രാമിലാണ്. ആൻഡ് മോളാർ മാസ് ഓഫ് PQ2. ദെൻ മോളാർ മാസ് ഓഫ് PQ2 ഇസ് ഈക്വൽ ടു 5000 ഡിവൈഡഡ് ബൈ 0.689 ഇൻറ്റു 50 വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ 100 വരും. സോ ദിസ് ഇസ് 100 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 689 വരും. നമുക്കതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. 1000/689 ആദ്യം ചെയ്ത് നോക്കാം. സോ 1000 ഡിവൈഡഡ് ബൈ 689 എന്ന് പറയുമ്പോൾ 1 ടൈം 689 ആണ്. അപ്പോൾ 1 9 6 3 311 കിട്ടും. വീണ്ടും 0 ഒരു പോയിൻ്റ് ഇട്ടു. അപ്പം നമുക്കൊരു 6 6 6 5 വരുവോളായിരിക്കും അല്ലേ. 5 തന്നെ വരില്ലായിരിക്കും, 4 ആയിരിക്കും. നോക്കാം. 36 3 32 3 35 3 24 3 27 വരും. സോ ഇത് 4 വരും, 5 വരും, 3 വരും അല്ലേ. 354 വരും. വീണ്ടും ഒരു 0 ഇട്ടു. 3500 സംതിങ് ആണല്ലോ. അപ്പോൾ വീണ്ടും ഒരു 6 5 30 6 നോക്കാം. പറ്റില്ല, 6 5 ആയിരിക്കും, മതിയായിരിക്കും. അപ്പം നമുക്ക് 1.45 ഇൻറ്റു 100 ഉണ്ട്. അപ്പം നമുക്ക് അതിനെ എറൗണ്ട് ഒരു 145 ഗ്രാംസ് പെർ മോൾ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി M+2Q ഇസ് ഈക്വൽ ടു 145 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് 2 സ്ഥലത്ത് M ഉണ്ട്, അത് ക്യാൻസലായി പോകണമെങ്കിൽ 2ൽ നിന്ന് നമുക്ക് 1 കുറച്ച് വെച്ചാൽ മതി അല്ലേ. അപ്പോൾ 2Q - Q വരും. 145 - 85 എന്ന് പറയുമ്പം
145. ഞാൻ എന്തിനാ ചെയ്യുന്ന 60 അല്ലേ, 0 8 6 60, ഏകദേശം ഒരു 60 വരും. ഇനി Q60 നമ്മളിവിടെ കൊണ്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എം അല്ല കേട്ടോ, ഇത് P+Q എന്നല്ലേ, നമുക്ക് കൊഴുത മാറിപ്പോൾ ഇത് P+Q ആണ്, ഇത് M+2Q അല്ല, P+2Q ആണേ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ 85 - 60 എന്ന് കിട്ടും, വിച്ച് ഈസ് 25. സോ പീൻ്റെ വാല്യൂ 25ഉം ക്യൂവിൻ്റെ വാല്യൂ 60ഉം. അവർ ചോദിച്ചേക്കുന്ന ആദ്യം പിയും ക്യൂവാണ്, അപ്പോൾ തിരിച്ചു പറയണം 25 and 60 എന്ന് പറയണം അല്ലേ. 25 and 60 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 4 വരും. 25 and 60 ഓപ്ഷൻ 4. ഓക്കെ. Question number 60. An organic compound P on treatment with aqueous ammonia under hot conditions forms compound Q, which on heating with bromine and KOH forms compound R having molecular formula C9H7N. നെയിംസ് ഓഫ് പി, ക്യൂ ആൻഡ് ആർ റെസ്പെക്റ്റീവ്ലി ആർ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഒന്ന് എന്താ പറയുക, ഓപ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യാം. ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൻ്റെ മേളിൽ COOH ആണ്. ഇത് പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് അമോണിയ അണ്ടർ ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുമ്പം അമൈഡിലേക്ക് മാറും അല്ലേ. അപ്പോൾ ബെൻസോയിക് ആസിഡ് നമുക്ക് ബെൻസമൈഡിലേക്ക് മാറുന്നു. സോ ഇതാണ് നിങ്ങളുടെ ക്യൂ എന്ന് പറയുന്ന കോമ്പൗണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അണ്ടർ ഹീറ്റ് കൊടുക്കുന്നു. അങ്ങനെ ബ്രോമിനും അമൈഡും കൂടെയുള്ള റിയാക്ഷൻ, ഇത് അമൈഡ് ഇത് ബ്രോമിൻ, ഇതിനെ വിളിക്കുന്ന പേര് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു CO കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അനിലീൻ കിട്ടും. ആൻഡ് ദിസ് വിൽ ബി യുവർ R ആണ്. ഇനി ആറിൻ്റെ മോളിക്കുലർ ഫോർമുല 6 കാർബൺ ആറ്റം C6, ഹൈഡ്രജൻ 1 2 3 4 5, 5 2 7 C6H7N എന്നാണ്. അവർ പറഞ്ഞിരിക്കുന്ന C9H7N ആണ്. അതുകൊണ്ട് ഓപ്ഷൻ നമ്മൾ 1 തൽക്കാലം കട്ട് ഓഫ് ചെയ്യുകയാണേ. ഇനി ഓപ്ഷൻ 2 ടൊളുയിക് ആസിഡ് ആണ്. ടൊളുയിക് ആസിഡ് എന്ന് വെച്ചാൽ ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിങ്ങിൽ COOHൻ്റെ കൂടെ ഒരു CH3 കൂടെ വരും. അവർ ഏത് ടൊളുയിക്കാണ് പാര മെറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും എഴുതുക. ഇനി ഇതേ റിയാക്ഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് അമൈഡ് കിട്ടും. സോ ഇവിടെ CONH2 മീഥൈൽ ബെൻസമൈഡ്, ദിസ് ഇസ് CH3 ആൻഡ് ദിസ് ഇസ് യുവർ P ആൻഡ് ദിസ് ഇസ് യുവർ Q എന്ന് കിട്ടി. ഇനി നമ്മൾ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തുമ്പം ഈ CO കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പം നിങ്ങൾക്ക് അനിലീൻ കിട്ടും. ഈ അനിലീൻ്റെ ഏതോ ഒരു പൊസിഷനിൽ CH3 കിട്ടും. സോ 2 മീഥൈൽ അനിലീൻ. ഓക്കെ, നോ പ്രോബ്ലം, 2 മീഥൈൽ. അപ്പം അത് 2 തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇത് നമ്മളുടെ R ആണ്. മോളിക്കുലർ ഫോർമുല 6ഉം 1 7 കാർബൺ ആറ്റം C7, ഹൈഡ്രജൻ 4 3 7 2 9 C7H9N. മിക്കവാറും ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, തിരിഞ്ഞു പോയതായിരിക്കാം. നമുക്ക് നോക്കാം. തൽക്കാലം ഇത് നമ്മളുടെ ആൻസർ അല്ല. അടുത്ത മൂന്നാമത്തത് ബെൻസോയിക് ആസിഡ് എഗെയിൻ അല്ലേ. മൂന്നാമത്തെ നമ്മൾ വീണ്ടും ബെൻസോയിക് ആസിഡ് എടുക്കുന്നു. ബെൻസോയിക് ആസിഡ് നിങ്ങളുടെ P ആണ്. ഇനി നമ്മൾ അതിലേക്ക് അക്വസ് അമോണിയ അണ്ടർ ഹോട്ട് കണ്ടീഷൻ കൊടുക്കും. അങ്ങനെ ഹോട്ട് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന CONH2 ആണ്. അവർ പറഞ്ഞേക്കുന്ന 4 മീഥൈൽ ബെൻസമൈഡ്. അത് കാണുമ്പോഴേ അറിയാം തെറ്റാണ്. പിന്നെ ഇത് ഫർദർ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നാലാമത്തെ ഫിനൈൽ എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3 C+OOH ആണ്. ആൻഡ് എത്തനോയിക് ആസിഡിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഫിനൈൽ റിംഗ് കൊടുക്കുന്നു. സപ്പോസ് ദിസ് ഇസ് യുവർ P അല്ലേ. ഇനി നമ്മൾ അമോണിയ അണ്ടർ ഹോട്ട് കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും, അമൈഡ് കിട്ടും. സോ CH2 C+ONH2 എന്ന് കിട്ടി. ദെൻ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു CO നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കിട്ടുന്നത് CH2NH2 ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് യുവർ R. ഇനി ഈ ആറിൻ്റെ ഫോർമുല നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 6 1 7 കാർബൺ C7, പിന്നെ 5 2 7 2 9 C7H9N വരും അല്ലേ. C7H9N. അപ്പോൾ ഇതും നമ്മളുടെ ഓപ്ഷനുമായിട്ട് മാച്ച് ആവുന്നില്ല കണ്ടോ. അപ്പം 4 ഓപ്ഷനും അവർ പറഞ്ഞ മോളിക്കുലർ ഫോർമുലയായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പം നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാണ്. എനിക്ക് തോന്നുന്ന മിക്കവാറും അത് C6H7N ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും വരാൻ ചാൻസ്. അവർ കീ കൊടുത്തേക്കുന്ന പക്ഷേ 1 ആണ്. മിക്കവാറും ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, സാരമില്ല. 61. An organic compound P of molecular formula C6H12O3 gives positive iodoform test but negative tolerance test. അല്ലേ, പോസിറ്റീവ് അയോഡോഫോമും നെഗറ്റീവ് ടോളറൻസും. P is treated with the dilute acid, that means hydrolyzed. It produces Q. Q gives positive tolerance test and also
അയഡോഫോം ടെസ്റ്റ്, സ്ട്രക്ചർ ഓഫ് പി. നമ്മൾ ആ റിസൾട്ട് ഇങ്ങോട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞേക്കുന്ന പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെത്തോക്സൈഡ് ഗ്രൂപ്പാണ്. നമുക്ക് പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ് തരാനുള്ള ചാൻസ് ഈ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പോസിറ്റീവ് അയഡോഫോം ടെസ്റ്റ് തരാം, പക്ഷേ നെഗറ്റീവ് ടോളറൻസ് ടെസ്റ്റ് അത് കറക്റ്റാണ്. ടോളറൻസ് ടെസ്റ്റ് തരാനുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തില്ല. ഇനി നമുക്ക് ഇതിനെ ഡൈലൂട്ട് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്നാ നോക്കാം അല്ലേ. H+ ഇൻ പ്രസൻസ് ഓഫ് H2O ട്രീറ്റ് ചെയ്യുമ്പം CH3 C ഡബിൾ ബോണ്ട് O CHOH മീൻസ് CH2OH. ഇത് വിസിനൽ ഡയോളാണ്, വിസ് ഡയോളാണ്. ഇത് അത്യാവശ്യം സ്റ്റേബിൾ ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ടോളറൻസ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയാനുള്ള ആൾക്കാരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഓപ്ഷൻ 2 നമുക്കറിയാം ഇത് ശരിയാണ്. അയഡോഫോം ടെസ്റ്റ് പോസിറ്റീവ് തരുന്നുണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ഇത് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് CH3 C ഡബിൾ ബോണ്ട് O CH2 CH, ഈ കാർബണിൽ തന്നെ 2 OCH3 ഉണ്ട്. അത് രണ്ടും അസറ്റാൽ ഫോം ആണല്ലോ. ആ OCH3 മാറിയിട്ട് അവിടെയും ഇവിടെയും OH വരും. നിങ്ങൾക്കറിയാം ഇത് ജെമിനൽ ഡയോളാണ്, ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പം തന്നെ ഇതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഇവിടുന്ന് OHും ഇവിടുന്ന് Hും, എന്നിട്ട് ഇവിടെയുള്ള ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ CH3 C ഡബിൾ ബോണ്ട് O CH2 CHO എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, ഇത് അയഡോഫോം പോസിറ്റീവാണ്, ഇത് ടോളറൻസും പോസിറ്റീവാണ്. അപ്പം മിക്കവാറും ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ. 2 ഇസ് ദി റൈറ്റ് ആൻസർ. നമുക്ക് 3 കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ആ എൻഡും ഈ എൻ്റെ സെയിമാണ്. ഓക്കെ, ഇതായി. പക്ഷേ ഇവിടെ അയഡോഫോൺ ടെസ്റ്റ് നെഗറ്റീവാണ് അല്ലേ. നെഗറ്റീവ് അയഡോഫോൺ ടെസ്റ്റാണ്. അയഡോഫോൺ ടെസ്റ്റിനുള്ള ആൾ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ടോളറൻസ് ടെസ്റ്റ് ഓക്കെ ആയിട്ട് കിട്ടും, ലൈക്ക് ദിസ് വൺ. സോ ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. ഇതിൽ അയഡോഫോം ഓക്കെയാണ്, പക്ഷേ ഇവിടെ 2 OH വരുന്നു. ഇവിടെയും നമുക്ക് എഴുതി നോക്കാം. ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് CH3 C ഡബിൾ ബോണ്ട് O C, മേളിലും OH വരും, താഴെയും OH വരും, ആൻഡ് CH3 വരും. അപ്പോൾ തന്നെ ഇവിടുന്ന് OHും Hും ലിബറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ബോണ്ട് അങ്ങോട്ട് ചാടുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൈക്കീറ്റോൺ കിട്ടും, C ഡബിൾ ബോണ്ടോ C ഡബിൾ ബോണ്ടോ. അയഡോഫോൺ ടെസ്റ്റ് തരുമായിരിക്കും, പക്ഷേ ഇത് ടോളറൻസ് തരില്ല. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് യുവർ ആൻസർ. അപ്പോൾ ഇതിൽ മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. 62. ഫ്രം ദി ഫോളോയിങ് ദി ലീസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ഈസ് അല്ലേ. ഇത് കാണുമ്പോഴേ നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട, ഇതങ്ങ് എഴുതിയാൽ മതി. കാരണം 2 പോസിറ്റീവ് ചാർജ് അഡ്ജസൻ്റ് ആറ്റത്തിൽ ഒരിക്കലും വരില്ല. സോ ദാറ്റ് വിൽ ബി ദി മോസ്റ്റ് അൺഫേവേർഡ് സിറ്റുവേഷൻ. സോ ദാറ്റ്സ് വൈ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. Then MnO4 minus in acidic medium NCRT D and F ഡയറക്ട്ലി പറയുന്നുണ്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻറ്റു ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുകയും പെർമാംഗനേറ്റിലേക്കും ഒരാൾ കുറഞ്ഞ് MnO2ലേക്കും എത്തും. ആൻഡ് ദിസ് ഇസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാകുന്നത്, MnO4 മൈനസ് ആൻഡ് MnO2. ആൻസർ ഈസ് ഓപ്ഷൻ 3. 64. Given below are 2 statements. The number of species among SF4, NH4+, NiCl4 2-, XCF4, PtCl4 2-, SCF4 and NiCN4 2- that have tetrahedral geometry is 3. SF4 നമുക്കറിയാം സെൻട്രൽ ആറ്റം സൾഫർ, വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. 4 ഫ്ലൂറിൻ കൊണ്ടുപോയി, 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ ഈസ് 4+1 equal to 5 and hybridization is sp3d, but 4+1 is C. So this is not your answer. സീസോയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, ഡിസ്റ്റോർട്ടഡ് ടെട്രാഹെഡ്രൽ. ബട്ട് അവർ ചോദിച്ചേക്കുന്ന ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് യുവർ ആൻസർ. ദെൻ NH4+ലെ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്, വാലൻസ് ഇലക്ട്രോൺ 5 ആയിരുന്നു. ഒരു പോസിറ്റീവ് ചാർജ് വരുമ്പം വാലൻസ് ഇലക്ട്രോൺ 4 ആയി, 4-ൽ 4 ഹൈഡ്രജൻ കൊണ്ടുപോയി, 4 ബോണ്ട് പെയർ. സോ 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ 4 means hybridization sp3, and there is no lone pair of electrons, and that's why the geometry will be regular. So this is tetrahedral, and ammonia is one of your answer. Then NiCl4 2- നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. നിക്കൽ എന്ന് പറയുന്നതിൽ 3Dയിൽ 5 ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ 1 2 3 4 5 നിക്കൽ 2+ D8 സിസ്റ്റം ആണല്ലോ. 6 7 8 വരും. ദെൻ S ഉണ്ട്, ഇവിടെ 3 P ഉണ്ട്, പിന്നെ ഇവിടെ നമുക്ക് D ഉണ്ട്. നമ്മൾ തൽക്കാലം എഴുതിയില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ക്ലോറിൻ എന്ന് പറയുന്ന ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് നോ പെയറിങ് നടക്കത്തില്ല. അങ്ങനെ
പെയറിങ് നടന്നില്ല എങ്കിൽ അവിടെ 4 കോർഡിനേഷൻ നമ്പർ 4 ആണല്ലോ, പെയറിങ് നടക്കത്തില്ല, അപ്പോൾ ഉള്ളിൽ നിന്ന് സ്ഥലം കിട്ടില്ല, അപ്പോൾ ഈ 4 എടുക്കേണ്ടി വരും. അങ്ങനെ എസ്സിൽ നിന്ന് 1 പിയിൽ നിന്ന് 3 എടുത്താൽ sp3 ആൻഡ് ഡെഫിനറ്റ്ലി ജിയോമെട്രി വിൽ ബി ടെട്രാഹീഡ്രൽ. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ റൈറ്റ്. XeF4 സെൻട്രൽ ആറ്റം സിനോൺ ആണ്, വാലൻസ് ഇലക്ട്രോൺ 8 ആണ്. 8ൽ 4 ഫ്ലൂറിൻ കൊണ്ടുപോയി 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ ഈസ് 4 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 6 ആൻഡ് ദിസ് ഇസ് sp3d2 ആണ് ആൻഡ് 4 + 2 ഈസ് സ്ക്വയർ പ്ലെയിനാർ ആണ് ആൻഡ് നമ്മളുടെ ആൻസർ അല്ല. ദെൻ PtCl4 2- നിങ്ങൾ ചെയ്തു പോലും നോക്കണ്ട, ക്ലോറിൻ വീക്ക് ആയിക്കോട്ടെ, സയനൈഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിക്കൽ പലേഡിയം പ്ലാറ്റിനം ഡൗൺ ദി ഗ്രൂപ്പ് കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഉറപ്പായിട്ടും ജോമെട്രി സ്ക്വയർ പ്ലെയിനാർ ആയിരിക്കും. സോ ദിസ് ഇസ് ഓൾസോ സ്ക്വയർ പ്ലെയിനാർ അല്ലേ, ഇതും സ്ക്വയർ പ്ലെയിനാർ ആണ്, മറക്കരുത്. അപ്പം നിങ്ങൾ ചോദിക്കും സാറേ ഇത് ടെട്രാഹൈഡ്രൽ അല്ലേ, പിന്നെ അതെങ്ങനെ അങ്ങനെ ആയെന്ന് വെച്ചാൽ നിക്കൽ 3D സീരീസ് ആണ്. 4D ആൻഡ് 5D സീരീസിലുള്ള ആളുകൾ കോർഡിനേഷൻ നമ്പർ 4 വന്നാൽ മെയിൻലി കാണിക്കുന്നത് സ്ക്വയർ പ്ലെയിനാർ ജോമെട്രി ആയിരിക്കും. ആൻഡ് ദി ഹൈബ്രിഡൈസേഷൻ ഈസ് DsP2 അല്ലേ, ഹൈബ്രിഡൈസേഷൻ DsP2 ആണെന്നും മറക്കണ്ട. ദെൻ SeF4 SF4 എന്താണോ അത് തന്നെയാണ് SeF4, കാരണം ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. സോ ദിസ് ഹാസ് ദി സെയിം ജോമെട്രി ആണ്. സോ ദിസ് ഇസ് നോട്ട് യുവർ ആൻസർ. ദെൻ NiCN4 2- ആണ്. ഇവിടെ നിക്കൽ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആ, പക്ഷേ സയനൈഡ് എന്ന് പറഞ്ഞ സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിങ് നടക്കും. അങ്ങനെ പെയറിങ് നടന്നാൽ ഇവിടെ 1 2 3 4 5 6 7 8 എങ്ങനെയാണ്. അപ്പോൾ ഈ സാധനം കൂടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കയറി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഇവിടുന്ന് അവൈലബിൾ ആണ്, പിയിൽ 3 ഉണ്ട്. സോ DsP2 ബിക്കോസ് കോർഡിനേഷൻ നമ്പർ ഈസ് 4 ആണ്. അപ്പോൾ ഡിയിൽ നിന്ന് 1 എസിൽ നിന്ന് 1 പിയിൽ നിന്ന് 2 എടുത്തിട്ട് DsP2 ആകുന്നു. ആൻഡ് ദിസ് ഇസ് സ്ക്വയർ പ്ലെയിനാർ ആണ് ആൻഡ് ദിസ് ഇസ് ഓൾസോ നോട്ട് യുവർ ആൻസർ. അപ്പം ഞാൻ റൗണ്ട് ചെയ്തേക്കുന്ന മൊത്തം 2 പേരേ ഉള്ളൂ. സോ അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് തെറ്റിപ്പോയി അല്ലേ. ഓക്കെ, അടുത്ത ഇൻ ദി സെറ്റ് NO2 BeH2 BF3 AlCl3 ഓൾ ദി മോളിക്യൂൾസ് ഹാവ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് അറൗണ്ട് സെൻട്രൽ ആറ്റം. കാരണം NO2 is an odd electron species, BeH2 BF3 and AlCl3 are electron deficient. ഇതൊന്നും ഒക്ടറ്റ് ഒബേ ചെയ്യുന്ന ആളുകളല്ല. സോ ഇത് കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 is false but statement 2 is true. Answer is option 3. 65. Given below are 2 statements among CuNH3 NH3 4 times ആണ്. NH3 4 times 2+ ആണ്. പിന്നെ NiEN thrice 2+. ഓക്കെ, 4 പേരിൽ MnH2 6 2+ ഹാസ് മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇവിടെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cu2+ ആണ് ആൻഡ് ദിസ് ഇസ് 3D9 സിസ്റ്റം ആൻഡ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 3D9 എന്ന് പറയുമ്പോൾ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് ആൻഡ് D8 സിസ്റ്റമാണ്. ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നിക്കൽ EN thrice ആണല്ലോ, കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ D8 സിസ്റ്റം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പെയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് D8 സിസ്റ്റം. അപ്പോൾ EN നല്ല സ്ട്രോങ് ലിഗാൻഡ് ആണ് എന്ന് വിചാരിച്ച് ഇയാളെ കൊണ്ട് ഇങ്ങോട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DS അങ്ങനെ കിട്ടുള്ളൂ. പക്ഷേ ഇത് കോർഡിനേഷൻ നമ്പർ 6 ആയതുകൊണ്ട് D2 sp3 അല്ലെങ്കിൽ sp3d2 ഫോം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് അത് പെയർ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരും. ഇനി ഇവിടെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ ആണ്, D8 ആണ്. ബട്ട് അമോണിയ ഇസ് എ വെരി ഗുഡ് എന്താ പറയുക സ്ട്രോങ് ലിഗാൻഡ് ആണ്. പക്ഷേ കാര്യമില്ല, കാരണം പെയർ ചെയ്തിട്ടും കാര്യമില്ല. കാരണം പെയർ ചെയ്താൽ അകത്തുനിന്ന് ഒരാളെ കിട്ടുള്ളൂ. അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് കാര്യമില്ല. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 2. ദെൻ MnH2 ഇതിൽ മാംഗനീസിൻ്റെ അറ്റോമിക് ചാർജ് 2 ആണ് ആൻഡ് മാംഗനീസ് ഇസ് 3D5 ആണ് ആൻഡ് H2O ഇസ് എ വീക്ക് ലിഗാൻഡ്. സോ പെയറിങ് ഒരിക്കലും നടക്കത്തില്ല. അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് 5 ആണ്. സോ ഇവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്. ദെൻ നമ്പർ ഓഫ് പെയേഴ്സ് among this that contain only diamagnetic species is 2 അല്ലേ. നിങ്ങൾക്കറിയാം NiCl4 2- ഞാൻ ചെയ്ത് കാണിച്ചു തന്നു, ടെട്രാഹൈഡ്രൽ ജോമെട്രി, പെയറിംഗ് ഇല്ല. സോ ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഈ ഓപ്ഷനെ നോക്കണ്ട. NiCO ഇസ് എ വെരി സ്ട്രോങ് ലിഗാൻഡ്. സോ പെയറിംഗ് ഉണ്ട് ആൻഡ് ദിസ് ഇസ് ഡയ. സോ ദിസ് ഇസ് നോട്ട് യുവർ പെയർ. ദെൻ ഇത് പാരയാണ്, നോക്കുക വേണ്ട. ആൻഡ് ദിസ് ഇസ് ഡയ, ചെയ്ത് കാണിച്ചാണ്, നോക്കണ്ട. ആൻഡ് ദിസ് ഇസ് ഡയ ആൻഡ് ദിസ് ഇസ് ഓൾസോ ഡയ, കണ്ടെയ്ൻസ് ദാറ്റ് only diamagnetic species is 2. That statement is wrong. Only 1. So answer statement 1 is true, but statement 2 is false. Option 4. 66. Identify correct statement from the following.
Propanol and propanone are functional isomers. Yeah, because aldehydes and ketones are functional. Ethoxyethane 4 carbon atom either ആണ്. And methoxypropane, yeah, CH3O, CH2, CH2, CH3. മറ്റേ CH3, CH2O, CH2, CH3, both are metamers, correct ആണ്. But2ene show optical isomerism never. But2ene എന്ന് പറയുന്ന CH3, CH double bond CH, CH3 ആണ്, and there is no chiral carbon atom, which is wrong. But1ene and but2ene are functional. No, but1ene and 2ene are position isomers, wrong. Pentane and 2,2-dimethyl propane are chain isomers. Pentane 5 carbon atom. 2,2-dimethyl propane, yeah, chain isomers. Pentum, propum. So this is correct. So correct options are A, B and E only. C and D went wrong. Okay, അടുത്ത question number 67. Identify the correct statement. Arginine and tryptophan are essential amino acid. Correct ആണ്. Essential amino acid ന് ഒരു കോഡ് ഉണ്ട് അല്ലേ? Try this VIP mol. ട്രൈ എന്ന് വെച്ചാൽ ട്രിപ്റ്റോഫാൻ, T309, ഹിസ്റ്റidine, വാലിൻ, ഐസോലൂസിൻ, പ്രോലിൻ, മെഥിയോണൈൻ, ആർജിനൈൻ, ലൈസിൻ, ല്യൂസിൻ. അപ്പോൾ അതിൽ ആർജിനൈൻ ആൻഡ് ട്രിപ്റ്റോഫാൻ വരുന്നുണ്ട്. അത് രണ്ടും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ഇത് കറക്റ്റാണ്. ദെൻ ഹിസ്റ്റidine ഡസ് നോട്ട് കണ്ടെയ്ൻ ഹെട്രോസൈക്ലിക് റിംഗ് ഇൻ ഇറ്റ് സ്ട്രക്ചർ. നിങ്ങൾക്ക് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ അറിയായിരിക്കും അല്ല. ഇവിടെ നമ്മൾ R ഗ്രൂപ്പ് കൊടുത്തു, ഇവിടെ NH2 കൊടുത്തു, ഇവിടെ COOH കൊടുത്തു, ഇവിടെ H കൊടുത്തു. ഇതാണ് സ്ട്രക്ചർ. ഈ Rൻ്റെ സ്ഥാനത്ത് CH2 അല്ലേ ഒരു 5 മെമ്പേർഡ് റിങ് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മളൊരു ബെൻസീൻ റിങ്, ഈ മെമ്പർ റിങ്ങിൻ്റെ ഇവിടെ ആയിട്ട് NH അല്ല NH വരും. ആൻഡ് ഇത് ബെൻസീൻ റിങ് ആണ്. പിന്നെ ഇവിടെ ഒരു ഇത് ഹെട്രോസൈക്ലിക് റിങ് അല്ല. ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ Rൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുമ്പോഴാണ് ഈ കിട്ടുന്ന അമിനോ ആസിഡിനെ നമ്മൾ ഹിസ്റ്റidine എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡസ് നോട്ട് കണ്ടെയ്ൻ ഹെട്രോസൈക്ലിക് എന്നുള്ള തെറ്റാണ്. ആൻഡ് പ്രോലിൻ ഇസ് എ 6 മെമ്പേർഡ് സൈക്ലിക് റിങ്. പ്രോലിൻ എന്ന് പറയുന്നത് NH, CH2, 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 ഇവിടെ എന്താ പറയുക, ഇവിടെ COOH വരും. സോ 1, 2, 3, 4, 5 മെമ്പേർഡ് ആണ്. അവർ 6 മെമ്പേർഡ്, അത് തെറ്റാണ്. ദെൻ ഗ്ലൈസിൻ ഡസ് നോട്ട് ഹാവ് കൈറൽ കാർബൺ ആറ്റം. ഈ Rൻ്റെ സ്ഥാനത്ത് H വരുമ്പോഴാണ് ഗ്ലൈസിൻ. സോ NH2, ഇവിടെ H, ഇവിടെ COOH, H. Yeah, there is no chiral carbon atom. So ഇത് കറക്റ്റ് ആണ്. സിസ്റ്റീൻ ഹാസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സൈഡ് ചെയിൻ MEsCH2 CH2 അല്ല. സിസ്റ്റീൻ്റെ ഈ R എന്ന് പറയുന്നത് ശരിക്കും SHCH2 കണക്ഷൻ വരുമ്പോഴാണ്. സോ CH2 SH ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റീനും, CH2OH ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സെറീനും വരും. സോ ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇതും തെറ്റിപ്പോയി അല്ലേ. എയും ഡിയും മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഓപ്ഷൻ 4, A and D only. 68. Which of the following graph between pressure P versus volume V represents the maximum work done ആണ് ചോദ്യം. ഇതിൽ നമ്മൾ ഈ ഗ്രാഫ് കണ്ടോ, ഇത് ഐസോബാറിക് ആണ് അല്ല, സോറി ഐസോകോറിക് ആണ്. സോ ഐസോകോറിക് പ്രോസസ്സിലെ ഡെൽറ്റ വിയുടെ വാല്യൂ 0, therefore W 0. അപ്പോൾ ഈ ഓപ്ഷൻ കട്ട് ചെയ്തു. ബാക്കിയുള്ള എൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി കർവ് എടുത്താൽ മതി അല്ല, ഏരിയ അണ്ടർ ദി കർവ് എടുത്താൽ മതി. ഇതിൽ ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഷെയ്ഡഡ് ഏരിയ ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നാലാമത്തെ ഓപ്ഷനിലെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇത്രയും വലിയ ഏരിയ വരും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 4 വരും. മാഗ്നിറ്റ്യൂഡ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ വർക്ക് ഡണ്ണേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ഏരിയ എവിടെയാണോ അത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ആവും. 69. For the reaction N2O4 giving 2NO, graph is plotted as shown below. Identify the correct statement. നമ്മൾ ഗ്രാഫിലേക്ക് നോക്കിക്കോണേ, ഗ്രാഫ് മിസ്റ്റേക്ക് വരരുത്. ഇത് ഫ്രീ എനർജിയാണ്, കിലോജൂൾ പെർ മോള്. പിന്നെ ഇത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് N2O4 ഡിസോസിയേറ്റഡ് ആണ്. N2O4ൻ്റെ ഡിസോസിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2NO2 ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പം ഇത് 0.2 ആണ്, അത് 0.4, 0.6, 0.8 അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് പോവാണ് ആൽഫയുടെ വാല്യൂ. ഇനി അവർ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് നോക്കിക്കോണേ, സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് G ഓഫ് ദി പ്രൊഡക്റ്റ് മൈനസ് G ഓഫ് ദി റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ G ഓഫ് ദി പ്രൊഡക്റ്റ് അവർ കൊടുത്തിരിക്കുന്ന എയും ബിയും എന്ന് വെച്ചാൽ റിയാക്റ്റൻ്റെ പ്രൊഡക്റ്റ് അതായിരിക്കും. എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി അവർ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റെ ഹൈ ഫ്രീ എനർജി ടു ലോ ഫ്രീ എനർജി. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫ്രീ എനർജി മൈനസ് റിയാക്റ്റൻ്റെ 5.40 ആണ്.
അപ്പോൾ അവർ തന്ന തെറ്റിപ്പോയി അല്ലേ. 5.40 കിലോ ജൂൾ പെർ മോളാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റിപ്പോയി, കാരണം അവൻ നെഗറ്റീവ് സൈൻ ഇട്ടിട്ടുണ്ട്, അത് പറ്റില്ല. പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ് 5.40. Then as delta G0 in the graph is positive, ഗ്രാഫിലെ delta G0 പോസിറ്റീവ് ആയതുകൊണ്ട് N2O4 will not dissociate into NO2 at all. No. അതായത് NO2 കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ലായിരിക്കും, ബട്ട് പാർഷ്യലി അണ്ടർഗോ ഡിസോസിയേഷൻ. അത് ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. N2O4 ഡിസോസിയേറ്റ്സ് ടു ഫോം NO2. ഡെൽറ്റ G0 സ്റ്റാൻഡേർഡ് ഡെൽറ്റ G0യുടെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് കരുതി റിയാക്ഷൻ നടക്കില്ല എന്നൊന്നുമില്ല. ഡെൽറ്റ G0 അല്ല സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ, ഡെൽറ്റ G ആണ് സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ. സോ ഇതും തെറ്റിപ്പോയി. ദെൻ റിവേഴ്സ് റിയാക്ഷൻ വിൽ ഗോ ടു കംപ്ലീഷൻ. റിവേഴ്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ആവും. അല്ല, കാരണം നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന പോയിന്റിൽ നോക്കിയാൽ അറിയാം, എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തുക. ഇവിടെ എ എന്ന് പറയുന്നത് ശരിക്കും എന്താ, എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് N2O4 പ്യുവർ N2O4ഉം ബി എന്ന് പറയുന്ന പോയിന്റ് NO2 ആണ്. ഇതും പ്യുവറാണ്, ഇതും പ്യുവറാണ്. ഇതിൻ്റെ ഇടയിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് വരുന്നത് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിവേഴ്സ് റിയാക്ഷൻ ഗോസ് ടു കംപ്ലീഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമിൾട്ടേനിയസ്ലി ടേക്സ് പ്ലേസ് അറ്റ് ദി പോയിന്റ് ഇ. അപ്പോൾ ഒരെണ്ണം മാത്രം കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത് ശരിയല്ല. സോ സി ഈസ് ഓപ്ഷൻ ഓൾസോ റോങ്. വെൻ 1 mole of N2O4 ചേഞ്ചസ് ഇൻ ടു ഇക്വിലിബ്രിയം, അതായത് ഇതാണ് കേട്ടോ. അപ്പോൾ 1 mole N2O4 എന്ന് പറയുമ്പം ഈ സൈഡിൽ നോക്കണം. ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പം ഇക്വിലിബ്രിയം മിക്സ്ചറിലേക്ക് ഡയറക്റ്റ് ചെയ്തപ്പം ഫ്രീ എനർജി ഡ്രോപ്പായി. ഇവിടം തൊട്ട് ഇവിടം വരെ ഡ്രോപ്പായി. ആ വാല്യൂ ആണ് 0.84. അത് ഡ്രോപ്പ് ആയതുകൊണ്ട് വാല്യൂ നെഗറ്റീവാണ്. സോ അവർ പറഞ്ഞിരിക്കുന്ന -0.84 കിലോ ജൂൾ പെർ മോൾ കറക്റ്റാണ്. ദെൻ വെൻ 2 mole of NO2 അപ്പുറത്തെ സൈഡ് അല്ല ചേഞ്ചസ് ഇൻ ടു ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ആ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നമുക്കറിയില്ല. ഇവിടുന്ന് ഇവിടം വരെ 5.4ഉം ഇവിടുന്ന് ഇവിടം വരെ 0.84ഉം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 5.4ഉം 0.84 എന്ന് പറയുമ്പോൾ 6.24. അത് ഡ്രോപ്പാണ്, അതുകൊണ്ട് നെഗറ്റീവ് വരും. ആൻഡ് ദിസ് ഇസ് ഓൾസോ കറക്റ്റാണ് അല്ലേ. അപ്പോൾ ഇതെന്നാ ഈ 2 തവണ എഴുതിയിട്ടാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡിയും ഇയുമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. നല്ല ക്വസ്റ്റൻ അല്ലേ. ഓക്കെ, അടുത്ത നമ്മുടെ ഇൻറ്റീജർ ആണ്. പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് 2 ഡിഫറെൻറ്റ് റിയാക്ഷൻസ്, 2 ഡിഫറെൻറ്റ് റിയാക്ഷൻ 1ഉം റിയാക്ഷൻ 2ഉം. പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ A1 ആൻഡ് ഹിയർ A2 ആൻഡ് ബോത്ത് ആർ ഐഡൻറ്റിക്കൽ. ഓർഡർ n ആണ്, ഇവിടെയും ഓർഡർ n ആണ്, സെയിം ആണ്. ലെറ്റ് ആക്ടിവേഷൻ എനർജി ഓഫ് ദി ഫസ്റ്റ് റിയാക്ഷൻ ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഓഫ് ദി സെക്കൻഡ് റിയാക്ഷൻ പ്ലസ് 20 കിലോ ജൂൾ തന്നു. കാരണം അവർ പറയുന്നത് ലെറ്റ് ആക്ടിവേഷൻ എനർജി ഓഫ് ദി ഫസ്റ്റ് റിയാക്ഷൻ എക്സീഡ്സ് ദി ആക്ടിവേഷൻ എനർജി ഓഫ് ദി സെക്കൻഡ് റിയാക്ഷൻ ബൈ 20 കിലോ ജൂൾ. K1 and K2 are the rate constant for first reaction and second reaction. Then at 300 Kelvin, temperature 300 Kelvin ആണ്. and find ln K2 by ln K1. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് K is equal to റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, K is equal to A into e raised to minus EA by RT ആണ് അല്ലേ. അപ്പം ഞാനിതിനെ ln എടുത്തു കഴിഞ്ഞാൽ ln K is equal to ln A minus EA by RT. നമുക്കതിനെ ഇങ്ങനെ അങ്ങ് എഴുതിയേക്കാം അല്ലേ. ഇനി അത് 2 ഇക്വേഷനാക്കി മാറ്റി 2 റിയാക്ഷൻ കൊടുത്തേ. ഇത് റിയാക്ഷൻ 1 ആണ് എങ്കിൽ ln K1 is equal to ln A സെയിം ആയതല്ലോ, മൈനസ് E1 അല്ലെങ്കിൽ EA1 എന്ന് കൊടുക്കാം. EA1 by RT1 എന്ന് കൊടുക്കണ്ട, T എന്ന് തന്നെ മതി. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ദെൻ ln K2 എന്ന് പറയുന്നത് ln A മൈനസ്, ഇത് റിയാക്ഷൻ 2ൻ്റെ കാര്യം കേട്ടോ, മൈനസ് EA2 by RT ആണ്. ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ആണ്. നിങ്ങൾക്ക് വേണ്ടത് ln K2 by K1 ആണ്, എന്ന് വെച്ചാൽ ln K2 മൈനസ് ln K1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ ln K2 മൈനസ് ln K1 ദാറ്റ് ഈസ് ln K2 by K1. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതായി ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് കുറച്ച് ln A ക്യാൻസൽ ആയിപ്പോയി, മൈനസ് EA2 by RT മൈനസ് ഓഫ് മൈനസ് പ്ലസ് EA1 by RT എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറയുക, EA1 മൈനസ് EA2 ബൈ RT എന്ന് ഒരുമിച്ച് എഴുതാം. EA1 എന്ന് വെച്ചാൽ എന്താ, EA2 പ്ലസ് 20 കിലോ ജൂളാണ്, മൈനസ് EA2 ഡിവൈഡഡ് ബൈ 8.3 ഇൻറ്റു 300. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ജൂളിലാണല്ലോ ആറിൻ്റെ വാല്യൂ, അപ്പോൾ നമ്മൾ കിലോ ജൂള് മാറ്റി ജൂളിൽ കൊടുത്തില്ലേ തെറ്റിപ്പോവും. EA2 ക്യാൻസൽ. സോ 20 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 8.3 ഇൻറ്റു 300 എന്ന് പറയുമ്പം 9 24 2490 എന്ന് വരും.
സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം 2 0 0 0 ഒരു 0യും കൂടെ ഇട്ടു, മൊത്തം 4 0 ഡിവൈഡഡ് ബൈ 2490 എന്ന് ഇടുക. 2500 ആണെങ്കിൽ 8 അല്ലേ, അപ്പോൾ ഏകദേശം 8 ടൈംസ് അല്ലേ, 8 ടൈംസ് വരും. ഓക്കെ, ആൻസർ അല്ലേ, ഏകദേശം 8 ടൈംസ് ആണ്. നിയറസ്റ്റ് ഇൻറ്റീജർ എന്ന് അവർ പറഞ്ഞിരിക്കുന്നുണ്ട്. ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. സോ 8.00. 72. pH and conductance of a weak acid was found to be 5 and 4 into 10⁻⁻5 Siemens respectively. pH weak acid ആണ്. 10 എത്രയാ തന്നിരിക്കുന്ന വാല്യൂ 5 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എത്രയാണെന്ന് കിട്ടും, 10⁻⁵. വീക്ക് ആസിഡ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഈക്വൽ ടു C ആൽഫ ആണ്. C എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി വീക്ക് ആസിഡ് HX ഇൻറ്റു ആൽഫ എന്ന് വരും. ശരി, ഇനി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി അനുസരിച്ച് ആൽഫ ഈക്വൽ ടു λm/λm0 എന്ന് പറയാം, അതവിടെ കിടക്കട്ടെ. പിന്നെ കണ്ടക്ടൻസ് ജിയുടെ വാല്യൂ 4 × 10⁻⁵ Siemens എന്നും തന്നിട്ടുണ്ട്. The conductance was measured under standard conditions using a cell where the electrode plates having surface area 1 cm² and the distance 15 cm. So നിങ്ങൾക്ക് G star കണ്ടുപിടിക്കാൻ പറ്റും, that is L/A, that is 15 cm inverse G star വരും. ഇനി വാല്യൂ ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി λm0 എത്രയാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇത് നോക്കാവേ. 10⁻⁻5 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HX ഇൻറ്റു λm/λm0 എന്ന് എഴുതാം, ആൽഫയ്ക്ക് പകരം അല്ലേ. നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി നമുക്ക് λm കണ്ടുപിടിക്കണമെങ്കിൽ കാപ്പ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ വേണം, വിച്ച് ഈസ് ഈക്വൽ ടു കാപ്പ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. കാപ്പ ഈസ് ഈക്വൽ ടു ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ G സ്റ്റാർ ആണ്. ജിയുടെ വാല്യൂ 4 × 10⁻⁵, G സ്റ്റാർ 15 ആണ്. സോ അത്രയും Siemens സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സോ 4 × 60 × 10⁻⁵, വിച്ച് ഈസ് ഈക്വൽ ടു 6 × 10⁻⁴ Siemens സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരും. ഇത് Siemens സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയതുകൊണ്ട് മക്കളെ ഇവിടെ നമ്മളൊരു 10⁻³ കൂടെ ഇട്ടില്ലെങ്കിൽ കാൽക്കുലേഷൻ തെറ്റിപ്പോവും. സോ 6 × 10⁻⁴ ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HX എന്ന് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ λm വാല്യൂ ഇല്ലേ, ഇത് ദേ ഇവിടെ കൊണ്ട് തട്ടിക്കേ. അപ്പോൾ 10⁻⁵ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HX ഇൻറ്റു λm 6 × 10⁻⁴ ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HX കട്ടായി പോയി അല്ലേ. പിന്നെ എന്ത് വരും, ഒരു λm0 കൂടെ ഉണ്ട് ഇത്. ഇനി λm0 ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കട്ടായി പോകുമ്പോൾ 10⁻⁻1 ഇത് താഴെ, അപ്പോൾ 6 × 10⁻⁴ Siemens സെൻറ്റിമീറ്റർ² മോൾ ഇൻവേഴ്സ് ആയി. പക്ഷെ നിങ്ങൾക്ക് വേണ്ട മീറ്റർ സ്ക്വയറാണ്. സോ 6 × 10⁻⁴ Siemens സെൻറ്റി എന്ന് വെച്ചാൽ 10⁻⁻2 അല്ലേ. അപ്പോൾ മീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് വരും. അപ്പോൾ ഇത് 10⁻⁻4. അപ്പോൾ ആൻസർ 6 Siemens മീറ്റർ² മോൾ ഇൻവേഴ്സ് എന്ന് വരും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6.00 എന്ന് വരും. ഇത് ഇലക്ട്രോ കെമിസ്ട്രിയും അതുപോലെ നമ്മളുടെ pH ഒക്കെ കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അടുത്ത യൂസിങ് ദി ഫോളോയിങ് ഡേറ്റ. സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡെൽറ്റ ഫോർമേഷൻ എൻതാൽപ്പി അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 500 കെൽവിനിൽ, എൻട്രോപ്പി ആൻഡ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എല്ലാവരുടെയും വാല്യൂ എക്സിൻ്റെ B2 വാല്യൂ മാത്രം മിസ്സിംഗ് ആണ്. 1 mole each of A2 gas and B2 gas were taken in a 1 liter closed vessel and allowed to establish the equilibrium as 2AB. ഇനി അവർ ചോദിച്ചേക്കുന്ന വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്കറിയാം ∆G0 ഈക്വൽ ടു ∆H0 മൈനസ് T∆S0 ആണ്. അതിൽ ∆G0 ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ -RT/ln K ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവർ 8.3 എടുക്കാൻ പറഞ്ഞു. ടെമ്പറേച്ചർ 500 ആണ്. ln Kയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം, ലോഗാണ്. അപ്പം ഇതിനെ നമുക്ക് -2.303 RT log K എന്ന് എടുക്കാം. അപ്പോൾ ഒരു × 2.303 കൂടെ വരും. × log Kയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് 21,026.39 സംതിങ് ജൂള് കിട്ടും. കിലോ ജൂൾ ആക്കുമ്പം -21.02639 കിലോ ജൂൾ പെർ മോള് എന്ന് നിങ്ങൾക്ക് ∆G0 കിട്ടും. ഇനി ∆H0 നിങ്ങൾക്കറിയാം, ∆H0 ഈക്വൽ ടു പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ്. ഇതിൽ പ്രൊഡക്റ്റ് AB ആണ്, 2 മോളുണ്ട്. സോ 2 × 32 -6 + x എന്ന് വരും. സോ 64 - 6 - x ഇസ് ഈക്വൽ ടു 64
64 നിന്ന് 6 കുറച്ചാൽ 58 മൈനസ് എക്സ് എന്ന് കിട്ടി, അവിടെ കിടക്കട്ടെ. ഡെൽറ്റ SS0 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻ്റ് 2 × 222 മൈനസ് 146 പ്ലസ് 280 വരും. സോ ദിസ് ഇസ് 444 മൈനസ് ഇവിടെ 6 വരും, 8 4 12, റിമൈൻഡർ 1 426 കിട്ടും. സോ ഇതെന്ന് പറയുന്നത് 444 അല്ലേ, 444 426 കൂടെ 8 വരും, 18 വരും അല്ലേ. സോ ദിസ് ഇസ് 18 വരും, 18. അപ്പോൾ 26 10 36 8 44, ഓക്കെ 18 വന്നു. സോ ഇത് ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കിലോ ജൂളിലാണ്. ഇതും നിങ്ങൾക്കറിയാം കിലോ ജൂളിലാണ്. ഇതെല്ലാ വാല്യൂസും കിലോ ജൂളിൽ തന്നിട്ടുണ്ട്, കിലോ ജൂൾ പെർ മോള്. ഇതും ഇത് ജൂൾ പെർ കെൽവിൻ പെർ മോളാണ് അല്ലേ, അവിടുത്തെ വാല്യൂ മറക്കണ്ട കേട്ടോ. അപ്പോൾ 2 എണ്ണം കിലോ ജൂളിലും 1 എണ്ണം ജൂളിലുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ -21 = 58 മൈനസ് എക്സ് ഡെൽറ്റ G0 മൈനസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 500 ഇൻറ്റു അത് ജൂളിലാണ്. കിലോ ജൂളിലേക്ക് മാറ്റുമ്പം നമുക്കതിന് 18 ഇൻറ്റു ഒരു 10⁻³ കൂടെ വന്നാലേ കിലോ ജൂളിലേക്ക് മാറുള്ളേ. അപ്പം 58 മൈനസ് എക്സ് -21 പ്ലസ് 500 ഇൻറ്റു 18 ഇൻറ്റു 10⁻³ എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കാവേ. 58 മൈനസ് എക്സ് -21 പ്ലസ് ഇത് 9000 വരും, 9 വരും. എക്സ് =58 പ്ലസ് 21 മൈനസ് 9 വരും, 9 79 മൈനസ് 9 വരും. സോ ദിസ് ഇസ് 70 വരും. സോ ആൻസർ, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 70 ആണ്. സോ 2 യൂണിറ്റ് മിസ്സായി കഴിഞ്ഞാൽ, കിലോ ജൂൾ ജൂൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മൊത്തം കുളമാവും കേട്ടോ. അതുകൊണ്ട് നോക്കി ചെയ്തോണേ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. നോക്കിയേ, ബെൻസീൻ നൈട്രേഷൻ നടത്തുമ്പോൾ പി കിട്ടും. നമുക്കറിയാം നൈട്രോ ബെൻസീനാണ് കിട്ടുന്ന പ്രൊഡക്റ്റ് NO2. SnHCl റിഡക്ഷൻ ആണ് ആൻഡ് നൈട്രോ ബെൻസീൻ ഈസ് റെഡ്യൂസ്ഡ് ടു അനിലീൻ ആണ്. FeHCl ആണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ അസറ്റിക് അൺഹൈഡ്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം NH2 ഗ്രൂപ്പിനെ നമ്മൾ ആക്ച്വലി ബ്ലോക്ക് ചെയ്യുവാണ്. NHC≡OCH3 അസറ്റാനിലൈറ്റിലേക്ക് മാറ്റി. ഇതാണ് നമ്മളുടെ പി, ഇതാണ് നമ്മളുടെ ക്യൂ, ഇതാണ് നമ്മളുടെ R. ഇനി Rനെ നിങ്ങൾ നൈട്രേഷൻ നടത്തുവാണ് അല്ലേ, Rനെ നൈട്രേഷൻ നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് നൈട്രേഷൻ നടത്തുമ്പം കറക്റ്റ് NHC≡O CH3 ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ഇത്രയും വലിയ ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓർത്തോയിൽ വരില്ല. ഇത് പാരായിൽ നൈട്രോ ഗ്രൂപ്പ് വരും. നേരെ നിങ്ങൾ അനിലീന ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേജർ പാര കിട്ടും, പക്ഷേ പാരയുടെ ഒപ്പം തന്നെ മെറ്റായും കൂടെ കയറി വരും എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എസ് മേജർ. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, HCl എത്തനോൾ ഹീറ്റ് ചെയ്തു ആൻഡ് തിരിച്ച് നമ്മൾ എന്താ ആക്കിയെടുക്കുക, ഈ പ്രൊട്ടക്ഷൻ നമ്മൾ ഡീപ്രൊട്ടക്ട് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, NH2 കിട്ടും, ഇവിടെ NO2 കിട്ടും. And this is your T. Then percentage of nitrogen in the product T എന്നാണ് ചോദ്യം. ഇതിൽ 6 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ്റെ എണ്ണം 1 2 3 4 2 6 H6. നൈട്രജൻ്റെ എണ്ണം 2 ആണ്, ഓക്സിജൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ ഇയാളുടെ മോളാർ മാസ് 12 6 72 പ്ലസ് 6 പ്ലസ് 28 പ്ലസ് 32 വരും അല്ലേ. അപ്പോൾ 6 2 8, 8 8 16, 2 18, റിമൈൻഡർ 1, 7 3 10 3 13, 138 എന്ന് വരും. ഇനി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് വെയിറ്റ് ഓഫ് നൈട്രജൻ ബൈ മോളാർ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. നൈട്രജൻ്റെ വെയിറ്റ് 28/138 ഇൻറ്റു 100 വരും. അപ്പോൾ ഇത് നമുക്ക് അറൗണ്ട് 20.38 സംതിങ് കിട്ടും. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റീജറായിട്ട് എഴുതുമ്പോൾ നമ്മൾ ആൻസർ 20.00 എന്ന് എഴുതണം. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. NaCl-ഉം പൊട്ടാഷ്യം ഡൈക്രോമേറ്റും ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് ആണ് അല്ലേ. ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് ഈസ് ദി കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് അയോൺ അല്ലേ. ക്ലോറൈഡ് അയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഉറപ്പായിട്ടും CrO2Cl2 ആയിരിക്കും. ഇനി അതും NaOH കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ കളർ സൊല്യൂഷൻ കിട്ടും, ദാറ്റ് ഈസ് സോഡിയം ക്രോമേറ്റ് Na2CrO4. എന്നിട്ട് അതിന് നിങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അമൈൽ ആൽക്കഹോൾ അണ്ടർ അസിഡിക് കണ്ടീഷൻ C, ദാറ്റ് ഈസ് എ ബട്ടർഫ്ലൈ സ്ട്രക്ചേർഡ് കോമ്പൗണ്ട് CrO5. In the product C, X is the number of O2 2- unit and സിക്കകത്ത് നിങ്ങൾക്കറിയാം ഇതിന് ബട്ടർഫ്ലൈ സ്ട്രക്ചർ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ O2 2- എന്ന് പറയുമ്പോൾ ഈ 2 യൂണിറ്റ്
അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കിട്ടി. വൈ ഇസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ്. സോ വൈ ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇസഡ് ഇസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 -1 -1 -1 -2. സോ ക്രോമിയം പ്ലസ് 6 ഇസഡ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. സോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 + 5 + 6 7 6 13 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 13 വരും അല്ലെ, 13.00. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഷിഫ്റ്റിലെ ക്വസ്റ്റ്യനായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.